ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം. CBI, ED തുടങ്ങിയ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധിക്കുന്നത്. വിനീത VG ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. വിനീത, കെജ്രിവാളിനെതിരായ നടപടി മുതൽ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടി. അതിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണോ ഈ പ്രതിഷേധം? വിനീത, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു എന്നുള്ള ആരോപണം ഉയർത്തി വിമർശനം ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. CBI, ED തുടങ്ങിയ അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം. നമുക്കറിയാം, മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി EDയുടെ ഭാഗത്തുനിന്ന് CBIയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന നീക്കങ്ങൾ, അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക കൂടിയാണ് ആം ആദ്മി പാർട്ടി. വിനീത VG ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. വിനീത, വിവരങ്ങൾ. വിനീത, വിനീതയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം വിനീതയിലേക്ക് ഉടനെത്തും. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ വേട്ട കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്നുള്ള വിമർശനം ഉയർത്തിക്കൊണ്ട്, മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം. വിനീത VG ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീത, വിവരങ്ങൾ. വിനീത, ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കും. പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി DDU മാർഗിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ BJP ആസ്ഥാനത്തിന് മുന്നിൽ ഇപ്പോൾ സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. ഇവിടേക്കാണ് പ്രവർത്തകരുടെ മാർച്ച്. ആപ്പിന്റെ ഓഫീസിന് മുൻപിൽ ഡൽഹി പോലീസിനെയും കേന്ദ്രസേനയും വിന്യസിപ്പിച്ചിട്ടുണ്ട്. കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ആം ആദ്മിയുടെ പ്രതിഷേധം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഒപ്പം തന്നെ CBI പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും അവർ ആരോപിക്കുന്നുണ്ട്. CBIയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്നതിനാൽ ഇന്ന് വൈകുന്നേരം തന്നെ കെജ്രിവാളിനെ ഈ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. അതിനു മുൻപാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. BJP ആസ്ഥാനത്തേക്കാണ് ആം ആദ്മിയുടെ മാർച്ച്. പോലീസ് ഈ റോഡ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് അടച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ പോലീസുകാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ ഈ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ മാർച്ച് ആരംഭിക്കും. മാർച്ച് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് തടയാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് ആം ആദ്മി പ്രവർത്തകരും പറയുന്നുണ്ട്. ഇപ്പോൾ പ്രവർത്തകരുടെ ചില നേതാക്കൾ അവരുടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത മറുവശത്ത് സംസാരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ പ്രതിഷേധ മാർച്ചിലേക്ക് കടക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ഏതാണ്ട് ഒരു അനുകൂല വിധി കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ CBIയും കേസെടുത്തിരിക്കുന്നത് എന്നാണ് ഈ പ്രവർത്തകർ ആരോപിക്കുന്നത്. നേരത്തെ തന്നെ കോടതിയിൽ ഈ കേസ് വരുമ്പോൾ അമിതാവേശം CBIക്ക് വേണ്ടെന്ന കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട മറുവശത്ത് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധവും. മദ്യനയ അഴിമതി കേസിൽ EDക്ക് പിന്നാലെ CBI കൂടി കടുത്ത നടപടികളിലേക്ക് കടന്ന പശ്ചാത്തലത്തിൽ പ്രതിഷേധം കടുപ്പിക്കുന്നു ആം ആദ്മി പാർട്ടി. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.